സോ ഹലോ എവരി വൺ, വെൽക്കം ടു കല. ഏപ്രിൽ 27, 2026 ന്യൂഡൽഹിയിൽ വെച്ച് നടന്നിട്ടുള്ള ലോകം മുഴുവൻ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ട്രേഡ് എഗ്രിമെന്റ് ആണ് ഇന്ത്യ ന്യൂസിലാൻഡ് ട്രേഡ് എഗ്രിമെന്റ്. ഇന്ത്യ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പീയൂഷ് ഗോയലും ന്യൂസിലൻഡിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ടോട്ട് മെക്ലോയും നടത്തിയിട്ടുള്ള ഈ ഒരു എഗ്രിമെന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളിലെയും ഒരുപാട് മേഖലകളിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ട്രേഡ് അഗ്രിമെന്റ് ഈ രണ്ട് രാജ്യങ്ങളിലെയും ഏതൊക്കെ മേഖലകളിലാണ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്നത്. സോ വീഡിയോ കുറച്ചും കൂടി എഫിഷ്യന്റ് ആകാനും വേണ്ടി, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പോകാനും വേണ്ടി ഞാൻ ഈ വീഡിയോ രണ്ട് സെക്ഷൻ ആയിട്ട് തരംതിരിക്കുകയാണ്. ഞാൻ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ട്രേഡ് അഗ്രിമെന്റ് കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അത് എല്ലാ മേഖലകളിലും സർവീസ് സെക്ടർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ട്രേഡ് സെക്ടർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ എംപ്ലോയി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഈ ട്രേഡ് അഗ്രിമെന്റിൽ കൃത്യമായിട്ട് അവർ നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള എക്സ്പോർട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും ഈ ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ ന്യൂസിലാൻഡിന് കിട്ടുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ നമുക്ക് ഈ ഒരു എഗ്രിമെന്റ് കാരണം ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നോട്ട് എ പ്രോബ്ലം ബട്ട് എ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ്. ട്രേഡ് അഗ്രിമെന്റും ഫ്രീ ട്രേഡ് അഗ്രിമെന്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്നതിൽ ഒന്നുകിൽ അത് കംപ്ലീറ്റ്ലി റിഡക്ഷൻ അല്ലെങ്കിൽ ഒരു പരിധി വരെ ഒരു ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് ആ താരിഫില് ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് ആ രീതിയിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു റിഡക്ഷൻ അല്ലെങ്കിൽ ഒരു റിമൂവൽ ഓഫ് ടാക്സ് നടക്കുന്ന സമയത്ത് രണ്ട് രാജ്യങ്ങൾക്കും ഈസിയർ ആയിട്ട് ബിസിനസ് ഒരു മൂവ്മെന്റ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മൂവ്മെന്റ് കുറച്ചും കൂടി എഫിഷ്യന്റ് ആകും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഓക്കെ, അതിപ്പം ഇന്ത്യ ടു ന്യൂസിലാൻഡും ന്യൂസിലാൻഡ് ടു ഇന്ത്യയും നല്ല രീതിയിൽ എൻഹാൻസ് ആകാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ജോബ്സുകൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അത് എക്സ്പോർട്ട് ഉണ്ടാകുന്ന സമയത്ത് മാനുഫാക്ചറിംഗ് സെക്ടേഴ്സിൽ ഒരുപാട് ജോബ്സുകൾ വരും. സർവീസ് സെക്ടർ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ഒരുപാട് ജോബ്സുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അതുപോലെ തന്നെ ഇൻക്രീസ് ട്രേഡ്. ഓക്കെ, സോ ഈ ഒരുപാട് ആസ്പെക്ട്സുകളാണ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് കാരണം രണ്ട് രാജ്യങ്ങൾക്കും കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഈ ഒരു അഗ്രിമെന്റ് വരുന്നത് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ്, അതായത് റിഡക്ഷൻ ഓർ റിമൂവൽ ഓഫ് ദ ടാക്സസ്. ഓക്കെ, ന്യൂസിലാൻഡിന്റെ 100% താരിഫ് കവർ ചെയ്യുന്ന ഏകദേശം 8284 പ്രൊഡക്റ്റ് കാറ്റഗറീസ്, അതായത് ഇന്ത്യയിൽ നിന്ന് ന്യൂസിലാൻഡിലോട്ട് നമ്മൾ ഈ പറയപ്പെടുന്ന 8284 പ്രൊഡക്റ്റുകൾ നമുക്ക് എന്താണ് 100% താരിഫ് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ പ്രധാനമായിട്ട് വരുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഗാർമെന്റ്സ് ഉണ്ട്, ലെതർ ഉണ്ട്, ഫുഡ്വെയർ ഉണ്ട്, കാർപ്പറ്റ്സ്, സെറാമിക്സ്, ഫാർമ, എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഓട്ടോ കമ്പണൻസ് ആൻഡ് പ്രോസസ്ഡ് ഗുഡ്സ്. അപ്പൊ ഈ മേഖലകളിലുള്ള എക്സ്പോർട്ടിന് എന്താണ് 100% താരിഫ് റിഡക്ഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബിസിനസ് നടത്തുന്ന, എക്സ്പോർട്ട് നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി റിസർച്ച് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രേഡ് അഗ്രിമെന്റ് എന്താണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് കാറ്റഗറീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അതായത് ന്യൂസിലൻഡിൽ നിന്ന് നമ്മുടെ രാജ്യത്തോട് എക്സ്പോർട്ട് ചെയ്യുന്ന വിഷയങ്ങളിൽ ഇന്ത്യ ഒരു 100% താരിഫ് റിഡക്ഷൻ കൊണ്ടുവരാതെ അതിനെ ഒരു പരിധി വരെ അതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് എക്സ്പോർട്ട് പ്രൊസീജിയർ ഇന്ത്യ അവിടെ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ളത്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. കാരണം ഇന്ത്യയിലുള്ള ഒരുപാട് സെക്ടേഴ്സുകളെ, നമ്മുടെ ലോക്കൽ മാർക്കറ്റ്സുകളെ തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ട്രേഡ് അഗ്രിമെന്റ് ബിൽഡ് ചെയ്യാന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ആ ഒരു ആസ്പെക്റ്റില് കൃത്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഇന്ത്യ ഈ ഒരു അഗ്രിമെന്റിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ പറയപ്പെടുന്ന പ്രൊഡക്റ്റ് കാറ്റഗറീസിൽ ന്യൂസിലാൻഡിൽ നിന്ന് യാതൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സോ പ്രധാനമായിട്ട് 3 പ്രൊഡക്റ്റ് കാറ്റഗറീസ് ആണ്. അതൊന്ന് ഡയറി ആണ്, സെക്കൻഡ് അഗ്രികൾച്ചർ, 3 നമുക്ക് അതേഴ്സ് എന്നുള്ള ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഡയറി എന്നുള്ള പ്രൊഡക്റ്റ് കാറ്റഗറിയുടെ സബ് കാറ്റഗറിയിൽ വരുന്ന മിൽക്ക്, ചീസ്, യോഗട്ട്, വേ, ക്രീം,
ഈ പറയപ്പെടുന്ന പ്രൊഡക്ട്സുകൾ യാതൊരു കാരണവശ കഴിഞ്ഞാലും ന്യൂസിലാൻഡിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പോസിബിൾ അല്ല, അത് റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, അതേസമയത്ത് അഗ്രികൾച്ചറിലോട്ട് വരുന്ന സമയത്ത് ഒനിയൻ, ചന, പീസ്, കോൺ, ആൽമണ്ട്സ്. അതേഴ്സിൽ വരുന്ന സമയത്ത് ഷുഗർ, എഡിബിൾ ഓയിൽസ്, ജംസ് ആൻഡ് ജ്വല്ലറി, ആംസ് ആൻഡ് അമ്യൂണിഷൻ. ഈ പറയപ്പെടുന്ന പ്രൊഡക്റ്റ് കാറ്റഗറീസിൽ എന്താണ് ഇന്ത്യ കൃത്യമായിട്ട് റെസ്ട്രിക്റ്റഡ് ആക്സസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇത് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോക്കൽ മാർക്കറ്റ്, അതായത് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഹൈ കോമ്പറ്റീഷൻ ഉണ്ടാവുകയും ഹൈ കോമ്പറ്റീഷൻ കാരണം ഡൊമസ്റ്റിക്കിലുള്ള പ്ലെയേഴ്സിനെ അത് കൃത്യമായിട്ട് എഫക്ട് ചെയ്യും. പ്രധാനമായിട്ട് ഈ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഡയറി എന്നുള്ള ആസ്പെക്ടിൽ സംസാരിക്കുന്ന സമയത്ത് ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് ഡയറി. അവർക്ക് ഒരുപാട് അവൈലബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് എക്സ്പോർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരുപാട് മാർക്കറ്റ് പ്ലെയേഴ്സിനെ അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് മാറും. ഓക്കെ, അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് കാറ്റഗറീസ് കൃത്യമായിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സർവീസ് സെക്ടർ എന്നുള്ള ആസ്പെക്ട് ആണ്. സോ ഇവിടെ എന്തൊക്കെയാണ് ഈ ട്രേഡ് എഗ്രിമെന്റ് കാരണം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് നോക്കാം. സോ ഇവിടെ ഏകദേശം ന്യൂസിലാൻഡ് 118 സർവീസ് സെക്ടർ, 118 സർവീസ് സെക്ടറിലോട്ട് ഇന്ത്യക്ക് ആക്സസ് തരികയാണ്. ഓക്കെ, അതിൽ തന്നെ പിന്നെ MFN ട്രീറ്റ്മെന്റ് വരുന്നത് ഓൾമോസ്റ്റ് 139 സെക്ടേഴ്സിലോട്ടാണ്. ഓക്കെ, അതേ സമയത്ത് ഇന്ത്യ ഓഫർ ചെയ്ത് എത്രയാണ്? 106 സെക്ടേഴ്സിലോട്ടാണ്. ഓക്കെ, സോ ഇതിൽ വരുന്ന സർവീസ് ഏരിയ എന്ന് വരുന്നത് ഒന്ന് IT ഉണ്ട്, പിന്നെ എഡ്യൂക്കേഷൻ, പിന്നെ ടൂറിസം, ടെലികോം, ഫിനാൻസ്, പ്രൊഫഷണൽ സർവീസ് ആൻഡ് ഹെൽത്ത് കെയർ. ഓക്കെ, ഈ പറയപ്പെടുന്ന സർവീസ് സെക്ടറിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അഗ്രിമെന്റ്, ഈ ഒരു ട്രേഡ് അഗ്രിമെന്റിലൂടെ രണ്ട് രാജ്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു ഭാഗത്ത് അവർ ഒരു പോളിസി ഇംപ്ലിക്കേഷൻ എന്നുള്ള ഒരു ആസ്പെക്ടിൽ, കാരണം രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സർവീസ് സെക്ടർ എന്ന് പറയുന്നത് വലിയൊരു പ്ലസ് ആണ്, റൈറ്റ്? ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വലിയൊരു റിസോഴ്സ് ആണ്. അത് ന്യൂസിലാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു രാജ്യത്തിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇന്ത്യയുടെ ഒരു IT സെക്ടർ എന്ന് പറയുന്നത്. അതേസമയത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുകളൊക്കെ ആ രാജ്യത്ത് നിന്നുള്ള സർവീസ് സെക്ടർ കാരണം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് സർവീസ് സെക്ടർ എന്നുള്ള ഒരു ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ. ഓക്കെ, ഇനി ഇന്ത്യൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 hours പെർ വീക്കിനുള്ള വർക്ക് പെർമിറ്റ്. ഓക്കെ, അതായത് ഒരാഴ്ചയിൽ 20 മണിക്കൂർ ജോലി ചെയ്യാനുള്ള, സ്റ്റുഡൻസിന് പഠിച്ചുകൊണ്ട് ജോലി ചെയ്യാനുള്ള വർക്ക് പെർമിറ്റ് ഈ ഒരു അഗ്രിമെന്റിലൂടെ ഇന്ത്യക്ക് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ പാർട്ട് ടൈം ഇൻകം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ട്രേഡ് അഗ്രിമെന്റിലൂടെ ബിൽഡ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ഉണ്ട്. UK പഠിക്കുന്ന സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആണ്. സോ ഇനി മുതൽ ന്യൂസിലാൻഡിൽ പഠിക്കുന്ന ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിയുന്ന STEM ഗ്രാജുവേറ്റ്സ്, STEM എന്ന് പറയുമ്പോൾ സയൻസ്, പിന്നെ ടെക്നിക്കൽ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ഈ മേഖലയിലുള്ള ബാച്ചിലർ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3 വർഷം പഠനത്തിന് ശേഷം ന്യൂസിലാൻഡിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ ഒരു അഗ്രിമെന്റിലൂടെ കിട്ടുകയാണ്. അതുപോലെ തന്നെ PhD ഹോൾഡേഴ്സിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് 4 വർഷം അവരുടെ ജോബിന്, അവരുടെ ആ ഒരു പഠനത്തിന് ശേഷം 4 വർഷം ന്യൂസിലാൻഡിൽ അവിടെ നിന്നുകൊണ്ട് ജോബ് എക്സ്പീരിയൻസ് നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഈ ഒരു അഗ്രിമെന്റിലൂടെ ഇന്ത്യക്ക് ലഭിക്കുകയാണ്. ഓക്കെ, സോ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് ഈ ഒരു ട്രേഡ് അഗ്രിമെന്റിലൂടെ കിട്ടാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ജോബുമായി ബന്ധപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. ഇവിടെ ഏകദേശം 5000 ഇന്ത്യൻ സ്കിൽഡ് പ്രൊഫഷണൽസിന് ന്യൂസിലാൻഡിന്റെ മാർക്കറ്റിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഒരു 3 വർഷത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റും. മെയിൻ സെക്ടേഴ്സ് വരുന്നത് IT, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ്, ഈ 4 മേഖലകളിലോട്ട് ഏകദേശം 5000-ഓളം ഇന്ത്യൻ സ്കിൽഡ് പ്രൊഫഷണൽസിനെ ന്യൂസിലാൻഡിന്റെ ആ ഒരു സെക്ടറിലോട്ട് ആ ഒരു അഗ്രിമെന്റിലൂടെ കൃത്യമായിട്ട് അവർ എന്ത് ചെയ്യാണ്, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ യൂത്ത് വിസ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീം ഈ ഒരു അഗ്രിമെന്റിന്റെ കീഴിൽ വരികയാണ്. സോ 1000 ഇന്ത്യൻസ് എവറി ഇയർ, എല്ലാ വർഷവും 1000 ഇന്ത്യൻസിനാണ്, 1000 ഇന്ത്യൻ യൂത്ത്സിനാണ് ഈ ഒരു പോളിസിയിലൂടെ ഒരു പിന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നത്. ഓക്കെ, അവിടെ എന്താണ്, അവിടെ നിന്നുകൊണ്ട് ഏകദേശം നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ 12 മാസത്തെ ഒരു വാലിഡിറ്റിയിൽ ജോലി ചെയ്യാനുള്ള വിസ സിസ്റ്റം എന്ത് ചെയ്യാണ്, ഇന്ത്യക്ക് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ഓക്കെ, ഇപ്പൊ യൂത്ത് എക്സ്പോഷർ, ട്രാവൽ, ടെമ്പററി ജോബ്സ്, ഗ്ലോബൽ എക്സ്പീരിയൻസ് കിട്ടാനും വേണ്ടി നമുക്ക് ഈ പറയുന്ന യൂത്ത് വിസ സ്കീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ആസ്പെക്ട് ആണ്, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ആസ്പെക്ട് ആണ്. ഏകദേശം 20 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ന്യൂസിലാൻഡ് ഈ ഒരു അഗ്രിമെന്റിലൂടെ ഇന്ത്യയുടെ സെക്ടറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്.
അപ്പൊ അതിൽ പ്രധാനമായിട്ട് മാനുഫാക്ചറിംഗ് ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, ടെക്നോളജി ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ, ഇന്നോവേഷൻ ആൻഡ് സർവീസ്. ഈ പ്രധാനപ്പെട്ട 6 സെക്ടേഴ്സിലോട്ടാണ് ഓൾമോസ്റ്റ് 15 വർഷം ആ ഒരു ടൈം പീരീഡിലോട്ട് 20 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ന്യൂസിലാൻഡ് ഇന്ത്യയിൽ നടത്താൻ പോകുന്നത്. സോ ഈ പറയപ്പെടുന്ന സെക്ടേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ബൂം ആകാനുള്ള ഒരു സാധ്യത നമുക്ക് ഈ ഒരു ട്രേഡ് അഗ്രിമെന്റ് കാരണം ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, സോ നെക്സ്റ്റ്, ഇനി ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ മേഖലയിലാണ് അവർക്ക് പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് നമുക്ക് നോക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ട് എക്സ്പോർട്സ് വരുന്ന മേഖലകൾ ഈ പറയപ്പെടുന്ന കാറ്റഗറീസ് ആണ്: വൂൾ, കോൾ, വുഡ്ലോക്സ്, വൈൻ, ആപ്പിൾസ്, കിവി ഫ്രൂട്ട്, ഷീപ്പ് മീറ്റ് ആൻഡ് ഹണി. സോ ഈ സെക്ടേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ന്യൂസിലാൻഡിന് കിട്ടുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയപ്പെടുന്ന മേഖലകളിൽ എന്താണ് ഈ കൃത്യമായിട്ടുള്ള ഒരു എക്സ്പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇന്ത്യൻ കൺസ്യൂമേഴ്സിന് എന്താണ് കൺസ്യൂം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഈ ഒരു ട്രേഡ് അഗ്രിമെന്റിലൂടെ കിട്ടുന്നതാണ്. ഓക്കെ, അതിൽ തന്നെ ഈ പറയപ്പെട്ട പ്രൊഡക്റ്റ് കാറ്റഗറീസിൽ തന്നെ പ്രധാനമായിട്ടുള്ള ഫോക്കസ് കൊടുക്കുന്ന രണ്ട് മേഖലയാണ് ഈ പറയുന്ന ഫ്രൂട്ട്സ് വരുന്ന 2 മേഖലയാണ്: ആപ്പിൾ ആൻഡ് കിവി സ്പെഷ്യൽ ആക്സസ്. ഓക്കെ, ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആ ഒരു എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള 2 ഫ്രൂട്ട്സുകളാണ് ആപ്പിൾ ആൻഡ് കിവി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ആപ്പിൾസ് അതുപോലെ തന്നെ കിവി ഫ്രൂട്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിനും കൃത്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള കോട്ട മാത്രമേ ന്യൂസിലാൻഡിൽ നിന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു ബഞ്ച് ഓഫ് എന്താണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള എക്സ്പോർട്ട് അല്ല, ഒരു കൃത്യമായിട്ടുള്ള ഒരു കോട്ട കീപ്പ് ചെയ്യും. ആ കോട്ടന്റെ ഉള്ളിലുള്ള നമ്പേഴ്സ് ഓഫ് പ്രൊഡക്ട്സ് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ആപ്പിൾ ആയിക്കോട്ടെ കിവി ഫ്രൂട്ട് ആയിക്കോട്ടെ ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഫ്രൂട്ടിനെ സംബന്ധിച്ചപ്പോൾ കശ്മീരിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ആപ്പിളിന്റെ ഒരുപാട് ഫാമേഴ്സ് ഉണ്ട്. സോ അൺലിമിറ്റഡ് ആയിട്ടുള്ള എക്സ്പോർട്ട് ഉണ്ടാകുന്ന സമയത്ത് എന്താണ് അവിടെ ഒരു വലിയൊരു പ്രോബ്ലം, ഒരു ക്രൈസിസ് ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ട് തന്നെ കൃത്യമായിട്ട് റെസ്ട്രിക്ഷൻസ് ഈ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് ഏതൊക്കെ മേഖലകളിലാണ് കൃത്യമായിട്ട് ഹെൽപ്ഫുൾ ആകുന്ന മേഖലകൾ നമുക്ക് ജസ്റ്റ് നോക്കേണ്ടതുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ MSMEs ആണ്. ഓക്കെ, അതായത് ഈ പറയപ്പെടുന്ന മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ആണ്. ഇവിടെ ചെറിയ ഒരുപാട് ഫേംസുകൾ ഈ ടെക്സ്റ്റൈൽ ജോബ്സുകൾ ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലെതർ, ഫുട്വെയർ, ഓക്കെ, അങ്ങനെ മാനുഫാക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ MSMEസിന് എന്താണ് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി, മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ട്രേഡ് അഗ്രിമെന്റിലൂടെ കിട്ടുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ, റിസർച്ച് അനലിസ്റ്റുകളൊക്കെ ഈ ഒരു ട്രേഡ് അഗ്രിമെന്റിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെ പറ്റി കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരുപാട് സെക്ടേഴ്സിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ടെക്സ്റ്റൈൽ, ലെതർ, ഫുട്വെയർ, അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ ആസ്പെക്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ എബ്രോഡ് ആക്സസിനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അതായത് ന്യൂസിലാൻഡിലുള്ള ഒരുപാട് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ട്രേഡ് അഗ്രിമെന്റിലൂടെ കിട്ടുകയാണ്. ഇനി പ്രൊഫഷണൽസ് നോക്കുകയാണെങ്കിൽ വർക്ക് വിസ വലിയൊരു പോസിറ്റീവ് ആയിട്ട് ഒരു ഫാക്ടറാണ്. മാനുഫാക്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരുപാട് റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയും ഈ പറയപ്പെടുന്ന ട്രേഡ് അഗ്രിമെന്റിലൂടെ കിട്ടുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ട്രേഡ് അഗ്രിമെന്റിലൂടെ ഉണ്ടാകുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇനി പ്രധാനപ്പെട്ട കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കേണ്ടതുണ്ട്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനമായിട്ട് 3 റിസ്കുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് ചീപ്പ് ഇമ്പോർട്ട്സ് മേ ഹേർട്ട് ലോക്കൽ സെക്ടേഴ്സ്, റൈറ്റ്. അതായത് ചീപ്പ് ആയിട്ടുള്ള ഇമ്പോർട്ടുകൾ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ വിത്തിൻ ദി ബൗണ്ടറിയിലുള്ള മാർക്കറ്റ് പ്ലെയേഴ്സിന് എന്താണ്, അല്ലെങ്കിൽ സെല്ലേഴ്സിന് അത് വലിയ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഓൾറെഡി അത് ചീപ്പായിട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലൊരു കോമ്പറ്റീഷൻ, നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടേഴ്സിന് ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ മാറും. സോ അത് വലിയൊരു പോസിബിൾ റിസ്ക് ആണ്. പിന്നെ അതുപോലെ തന്നെ ഫ്യൂച്ചർ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഇത് പ്രധാനപ്പെട്ട, കാരണം ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ എല്ലാ മിനിറ്റിലും ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇതിന് ഒരു ലോങ് ടേമിലോട്ട് ഇത് എത്രത്തോളം ഫ്ലറിഷ് ആകും അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട സക്സസ്ഫുൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ കിട്ടേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്, റൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഈ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് എന്ത് വേണം, ഒരുപാട് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, കൃത്യമായിട്ട് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഇവിടുന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ന്യൂസിലാൻഡിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന വിഷയങ്ങളായിക്കോട്ടെ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ആയിക്കോട്ടെ, കൃത്യമായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ട്രേഡ് അഗ്രിമെന്റിൽ വലിയൊരു പ്രശ്നമായിട്ട് ആ ഒരു ക്വാളിറ്റി ഇഷ്യൂ മാറും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടി ഈ ഒരു ട്രേഡ് അഗ്രിമെന്റിൽ നമ്മൾ കാണേണ്ട ഒരു റിസ്ക് ആണ്. ഓക്കെ, സോ ഇതാണ് റിസ്ക് എന്നുള്ള ഫാക്ടർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, ശരി, ലോങ് ടേമിലേക്ക് നമ്മുടെ രാജ്യത്തിന് എന്താണ് ഈ പറയപ്പെടുന്ന മോർ എക്സ്പോർട്സ് ഉണ്ടാവും, മോർ ജോബ്സ് ഉണ്ടാവും, മോർ ഗ്ലോബൽ ഇന്റഗ്രേഷൻ, മോർ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഈ പറയപ്പെടുന്ന MSMEs,
അതുപോലെ തന്നെ ഇൻഡോ പസഫിക് ഇൻഫ്ലുവൻസ്, ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രേഡ് അഗ്രിമെന്റിൽ കിട്ടുന്നതാണ്. സോ ഹോപ്പ്ഫുള്ളി നല്ല രീതിയിൽ ഈ ഒരു അഗ്രിമെന്റ് മുന്നോട്ട് പോവട്ടെ എന്നുള്ള ഒരു കാര്യം മാത്രം നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. സോ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ട്രേഡ് അഗ്രിമെന്റിലൂടെ കിട്ടുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ലോകം മൊത്തം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങളോട് പിന്നെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ട്വൈസ് ഇൻ എ വീക്ക് എന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്യാൻ ഇനി പ്ലാൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, യാ. So that's all about today, and thanks everyone.